നമ്മളെ അടുക്ക് ചെമ്പരത്തിപ്പൂ കൊണ്ട് ചായ ഇടാൻ പോവുകയാണ്. അതിന് വേണ്ടതായ സാധനങ്ങൾ വെള്ളം, പിന്നെ കുറച്ച് ഇഞ്ചി, കുറച്ച് ഏലക്ക, ഇതെല്ലാം കൂടി തിളച്ച് വന്നിട്ട് വെള്ളം തിളയ്ക്കുമ്പം നമുക്ക് ഈ പൂവിടാം. പൂവിട്ട് ഭയങ്കര എനർജിയുള്ള ഒരു ചായയാണിത്. നല്ല ഔഷധ ഗുണമാണ്, എനർജിയാണ്. ഇതിട്ട് കുടിക്കുമ്പോൾ ഏറ്റവും നല്ല നമ്മുടെ ശരീരത്തിന് നല്ലൊരു മാറ്റം നമുക്ക് സംഭവിക്കുന്നത് അറിയാം. നല്ല എനർജി ഉണ്ടാകുന്നതായിട്ട്, നല്ലൊരു ഊർജം കിട്ടുന്നതായിട്ട് അനുഭവപ്പെടും. എല്ലാവരും ഞാൻ ചായ ഇട്ടിട്ട് എല്ലാവരും ഇത് ഉണ്ടാക്കണം. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. വെള്ളം തിളക്കിയാണ് ചായക്ക് കട്ടൻ പൂവിൻ്റെ അടുക്ക് ചെമ്പരത്തി ചായ, പൂവിൻ്റെ ചായയാണ് ഇത്. ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ്. പ്രത്യേകിച്ച് ഇത് നമ്മൾ പല ആവശ്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാറുണ്ടല്ലോ, സ്ത്രീകളുടേതായ. എല്ലാവർക്കും കഴിക്കാം. ഇത് നല്ല ഒരു എനർജിയാണ് ഈ ചായ കുടിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അത് ഉപയോഗിച്ച് നോക്കുന്നവർക്ക് അറിയാൻ പറ്റും. അത് എല്ലാവരും ഉപയോഗിച്ച് നോക്കി മനസ്സിലാക്കണം. അത് കുടിക്കുമ്പോഴേ അറിയാവൂ. എന്നിട്ട് അഭിപ്രായങ്ങൾ പറയുക. വരുമ്പോഴത്തേക്ക് ഈ പൂവിൻ്റെ നിറമെല്ലാം മാറി വെള്ളത്തിന് തന്നെ നല്ലൊരു കളർ ചേഞ്ച് വരും. കാണാൻ നല്ലൊരു ഭംഗിയാണത്. ഇപ്പം തന്നെ അത് മാറിക്കഴിഞ്ഞു. ഇനി ഞാൻ ഇത് ഓഫ് ചെയ്യണേ. ഇതുണ്ട് നല്ലൊരു ഇതിൻ്റെ കളർ കണ്ട നല്ല കട്ട, എന്താ കളർ, നല്ല വയലറ്റ് പോലെ. ഇത് ഈ ചായ കണ്ടോ, നല്ല കളറാണ്. നല്ലൊരു ബീട്രൂട്ടും അല്ല, ഒരു വയലറ്റ് അടങ്ങിയ കളറാണ്. ഇത് കുടിക്കാൻ നല്ല എനർജിയാണ്. അതിലൊരുപാട് ഗുണങ്ങളുണ്ട് ഈ അടുക്ക് ചെമ്പരത്തിപ്പൂവിന്. നമ്മളിത് പഞ്ചസാര വേണമെങ്കിൽ ചെറിയ തോതിൽ, ഒരുപാട് ഇടണ്ട, പഞ്ചസാര ഇല്ലാതെ കുടിച്ചാൽ അത്രയും നല്ല. കുട്ടികൾക്ക് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര മാത്രം ചേർത്ത് കൊടുക്കാം. എല്ലാവർക്കും കുടിക്കാം. ഇതിന് പ്രത്യേകിച്ച് വേറെ ഒരു ഇതുമില്ല. നല്ല ഡ്രിങ്കാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. ഇതിൻ്റെ കളർ കണ്ടോ, ഇത് നല്ലൊരു ഇതാണ്. ഞാൻ ഇത് പഞ്ചസാരയൊന്നും ഇടാതെ വെറുതെ കുടിക്കുകയാണ്. അത് എല്ലാവരും ഉണ്ടാക്കിയിട്ട് നല്ല ഇതിൻ്റെ അഭിപ്രായം